ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തിപ്പെടുകയാണ്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായ നിതീഷ് കുമാറിനെ വീണ്ടും ഒപ്പം കൂട്ടാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നതായാണ് അറിയുന്നത്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും RJD മേധാവിയുമായ ലാലു പ്രസാദ് യാദവ് അടുത്തിടെ നടത്തിയ പരാമർശമാണ് ഇതിന്റെ അടിസ്ഥാന കാരണമായി കരുതപ്പെടുന്നത്. നിതീഷ് കുമാറിനായി തങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് ലാലു പ്രസാദ് കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത്. അതേസമയം ലാലുവിന്റെ ക്ഷണത്തെ തള്ളാനോ കൊള്ളാനോ നിതീഷ് തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ലാലുവിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് കൈകൂപ്പി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് മാത്രമാണ് നിതീഷ് കുമാർ തിരിച്ചു ചോദിച്ചത്. ഇതോടുകൂടിയാണ് ബീഹാർ രാഷ്ട്രീയം വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം ബലപ്പെടുന്നത്. നിതീഷ് കുമാറിനായി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗേറ്റുകളും തുറന്നിടണം. ഇത് ഇരുവശത്തേക്കുമുള്ള ആളുകളുടെ സഞ്ചാരം സുഗമമാക്കും എന്നായിരുന്നു ലാലു പ്രസാദ് യാദവ് ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത്. ഇതിന് പിന്നാലെ ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ബഡാഭായ് ചോട്ടാഭായ് എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള മറ്റൊരു സഖ്യത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പരന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2 തവണ RJDയും JDUവും തമ്മിൽ സഖ്യത്തിലായിട്ടുണ്ട്. 2024 വിശാല പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചതും നിതീഷ് കുമാർ ആയിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിതീഷ് കുമാർ NDA പാളയത്തിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. JDUവിന്റെ കൂടി പിന്തുണയിലാണ് കേന്ദ്രത്തിൽ NDA അധികാര തുടർച്ച നേടിയത്. അതിനിടെ ലാലു പ്രസാദ് യാദവിന്റെ മകനും RJD നേതാവുമായ തേജസ്വി യാദവ് തന്റെ പിതാവിന്റെ പരാമർശങ്ങൾ മാധ്യമങ്ങളുടെ ജിജ്ഞാസ തൃപ്തിപ്പെടുത്താൻ നടത്തിയതാണെന്ന തരത്തിലാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഇതല്ലാതെ മറ്റെന്താണ് പറയുക എന്നും തേജസ്വി ചോദിച്ചു. എന്നാൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ അന്ത്യത്തിന് പുതുവർഷം സാക്ഷ്യം വഹിക്കുമെന്നും തേജസ്വി യാദവ് കൂട്ടിച്ചേർത്തു. അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ പരാമർശം കേന്ദ്രമന്ത്രിയും JDU നേതാവുമായ ലാലൻ സിംഗ് തള്ളി. NDA ശക്തമാണ്, JDUവും BJPയും ഒരുമിച്ചാണ്, ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ഇതൊരു സ്വതന്ത്ര രാജ്യമാണ് എന്നായിരുന്നു ലാലൻ സിംഗിന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.